തെലുങ്കുദേശ വിനുമോഹൻ തകർത്ത് അഭിനയിച്ച് ഇന്ന് ഹോളിവുഡിനെ വരെ കിടിലം കുളിക്കുന്ന രാജമൗലി സംവിധാനം ചെയ്തൊരു പടം സിംഹാദ്രി. നമ്മുടെ കേരളത്തെ രക്ഷിക്കാൻ വേണ്ടി വന്ന ഒരു അതിഥി രക്ഷകന്റെ കരളലിയിപ്പിക്കുന്ന കഥ. അപ്പൊ പാഠം തുടങ്ങുമ്പോൾ തന്നെ ജൂനിയർ NTRന്റെ ചെറുപ്പകാലം കാണിച്ചുകൊണ്ടാണ്. ഇവനെ പറ്റി പറയുകയാണെങ്കിൽ ഇവൻ ഒരു അനാഥനാണ്. ഇങ്ങനെ ഇരിക്കുകയാണ് ഇവന്റെ നാട്ടിലെ ജമീന്ദാർ നാസറിനെ കുറച്ച് ആൾക്കാർ ചേർന്ന് വിഷം കൊടുത്ത് കൊല്ലാൻ വേണ്ടി പ്ലാൻ ആക്കുന്നത്. ആൻഡ് ആ പ്ലാനിങ് ഈ അനാഥൻ കാണുകയാണ്. അതോട് കൂടി ആ ഗുണ്ടകൾ ഇവനെ പിടിച്ചൊരു വീടിന്റെ ഉള്ളിൽ പൂട്ടിയിട്ട് നാസറിന് വിഷം കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാവും. അങ്ങനെ നാസർ ആ വിഷം കുടിക്കുമ്പോഴേക്കും അങ്ങേരുടെ ശ്രദ്ധ മാറ്റി അങ്ങേരെ രക്ഷിക്കാൻ വേണ്ടി ആ അനാഥനായ പയ്യൻ അവനെ പൂട്ടിയിട്ട് ആ വീട് കത്തിച്ച് നാസറിന്റെ ശ്രദ്ധ തിരിച്ച് അയാളെ രക്ഷിക്കുകയാണ്. ആ സംഭവത്തോടു കൂടി തന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ കളയാൻ വരെ തയ്യാറായ ആ അനാഥനായ ചെറുക്കനെ നാസറിന്റെ കുടുംബവും അവരുടെ ഒഫീഷ്യൽ രക്ഷകനായി അങ്ങ് ദത്തെടുക്കുകയാണ്. ഇവനെയും നമ്മ കൂടെ കൂട്ടിട്ട് പോയിടலாம். എന്നിട്ട് അവന് സിംഹാദ്രി എന്നൊരു പേരും കൊടുത്ത് ആ അനാഥനെ അവരുടെ ഗുണ്ടയാക്കി മാറ്റുകയാണ്. നമ്മൾ അനാഥരല്ല, ഗുണ്ടകളാണ്. അങ്ങനെ കുറെ കാലങ്ങൾ കടന്നു പോയതിനു ശേഷം ഒരു ദിവസം നമ്മുടെ ജമീന്ദാർ നാസറിന്റെ കുടുംബം അമ്പലത്തിൽ കൊടുക്കാൻ വേണ്ടി ഒരു വൈരകിരീടം ഉണ്ടാക്കി അതും കൊണ്ട് അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാവും. അപ്പോഴവൻ കുറച്ച് കള്ളന്മാര് വന്ന് ഒരു കുരങ്ങനെ വിട്ടാ കിരീടം മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത്. അത് കണ്ടത് നമ്മുടെ ജമീന്ദാർ നാസർ അവരുടെ രക്ഷകനെ രക്ഷിക്കാൻ വേണ്ടി വിളിക്കുകയാണ്. Yes guys, it's time for Junior NTR syndrome. നടു റോട്ടിൽ നിന്നുള്ള നാസറിന്റെ വിളി കേട്ടതും അങ്ങ് അകലെ ഏതോ ഒരു ഷോപ്പിംഗ് മാളിന്റെ ഉള്ളിലിരുന്ന ജൂനിയർ NTR ആ സ്പോട്ടിലേക്ക് നാസറിനെ രക്ഷിക്കാൻ വേണ്ടി ചാടി വരികയാണ്. എന്നിട്ട് അവിടെയുള്ള അവന്റെ അപ്പൂപ്പൻ സീനിയർ NTRന്റെ കൃഷ്ണന്റെ കട്ടൗട്ടിന്റെ മേലേക്ക് പറന്നു പൊങ്ങി അതിലെ സുദർശന ചക്രവും എടുത്ത് ഇങ്ങനെ നിൽക്കും. എന്നിട്ട് ആ സുദർശന ചക്രം എടുത്ത് വീശി ഒരു ലോറിന്റെ മേലേക്ക് എറിഞ്ഞ് കുറെ ഡ്രംസ് ഒക്കെ ഉരുട്ടിയ കള്ളന്മാരെയൊക്കെ വീഴ്ത്തുകയാണ് ജൂനിയർ NTR. എന്നിട്ട് അങ്ങോട്ടോടി അവന്മാരുടെ അടുത്ത് ചെന്നപ്പോഴതാ അവന്മാര് കത്തിയൊക്കെ എടുത്ത് വീശുന്നു. ആൻഡ് ആ വീശലിൽ ആ കത്തി ചെറുതായി ഒന്ന് നമ്മുടെ അണ്ണന്റെ മേത്ത് കൊള്ളും. അതോടെ നമ്മുടെ ഗാരു ഒരു സിഗരറ്റ് എടുത്ത് വായിൽ വെക്കും. എന്നിട്ടൊരു തീപ്പെട്ടിക്കൊള്ളി എടുത്ത് ആ കത്തിയിൽ പതിഞ്ഞ തന്റെ ചോരയുമായി കൂട്ടിമുട്ടിച്ച് ആ തീപ്പെട്ടിക്കൊള്ളി കത്തിച്ച് സിഗരറ്റ് വലിക്കും. ഇനി ഇത്രയൊന്നും പോരഞ്ഞിട്ട് ആ ജൂനിയർ NTR അവന്റെ അവണക്കണ്ട തേച്ച് വന്ന കുറ്റിമീശൊന്ന് പിരിച്ചതും അതാ ആ ഫോഴ്സിൽ അവിടെ കൂട്ടം കൂടി നിന്നൊരു ഗുണ്ട പറന്ന് അങ്ങ് ബഹിരാകാശത്തേക്ക് പോവുകയാണ്. സോ ഗൈസ്, അങ്ങനെ ഇവന്റെ അപരാധങ്ങളൊക്കെ കണ്ടതും ആ കിരീടം കട്ടുകൊണ്ടുപോയി ആ കൊരങ്ങൻ തന്നെ ആ കിരീടം കൊണ്ടുവന്ന് പിന്നെ തിരിച്ചു കൊടുക്കും. അങ്ങനെ ആ കിരീടം അവർ അമ്പലത്തിലും കൊണ്ടുപോയി കൊടുക്കും. ഇതുപോലെ ഈ കുടുംബത്തെ പല സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷിച്ച് അവിടെ ഇങ്ങനെ കഴിഞ്ഞു പോവുകയാവും നമ്മുടെ ഗാരു. ആൻഡ് നമ്മളിപ്പോ കണ്ടതൊക്കെ ഇങ്ങനെയുടെ ചെറിയ രക്ഷിക്കൽ. ഇതിലും ഭീകരമായ പല രീതിയിലുള്ള രക്ഷിക്കലുണ്ട് ഈ പടത്തിൽ. അത് എന്താന്ന് വെച്ചാൽ നമ്മുടെ ജമീന്ദാർ നാസറിന് വീടിന്റെ ഉള്ളിൽ ഇന്നറിട്ട് നടക്കുന്ന ഒരു കൊച്ചുമോളുണ്ട്. ആൻഡ് അവൾക്ക് നമ്മുടെ ഗാരുവിന്റെ ഈ അപരാധങ്ങളൊക്കെ കണ്ട് മൂപ്പരോട് ചെറിയൊരു ക്രഷുമുണ്ട്. അപ്പൊ ഈ ഗാരുവിനെ വശീകരിക്കാൻ വേണ്ടി ആ വീട്ടിലെ വേലക്കാരി അവൾക്ക് ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുകയാണ്. അത് എന്താന്ന് വെച്ചാൽ ഒരു ഉറുമ്പിനെ പിടിച്ച് അവളുടെ ഡ്രസ്സിന്റെ ഉള്ളിൽ ഇടണം. എന്നിട്ട് ആ ഉറുമ്പിന്റെ കടിയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി രക്ഷകൻ സിംഹാദ്രിയെ വിളിക്കണമെന്നും പറയും. സോ ഗൈസ്, അപ്പൊ ഈ ഉറുമ്പിനെ എങ്ങനെ പുറത്തെടുക്കുമെന്ന് ആലോചിച്ച് സിംഹാദ്രി ആകെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് ആ ഉളുപ്പില്ലാത്ത ഉറുമ്പ് മോളിൽ നിറങ്ങി നേരെ താഴെ പാൻസിന്റെ ഉള്ളിലേക്ക് പോകുന്നത്. എന്നിട്ട് അവിടെ എന്തൊക്കെയോ ചെയ്യും. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ സിംഹാദ്രിക്ക് ആ ഉറുമ്പിനെ പുറത്തെടുക്കാൻ വേണ്ടി ഒരു ഐഡിയ തോന്നുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും വല്ല റൂമിന്റെ ഉള്ളിലും കൊണ്ടുപോയി തുണി ഊരി കൊടയാനായിട്ടായിരിക്കുമെന്ന്. പക്ഷെ അല്ല ഗൈസ്, മൂപ്പർക്ക് തോന്നിയ ഐഡിയ എന്താന്ന് വെച്ചാൽ സിംഹാദ്രി നേരെ അടുക്കളയിൽ പോയി കുറച്ച് ശർക്കര ഉരുക്കി കൊണ്ടുവരും. എന്നിട്ട് അതെടുത്ത് അവളുടെ വയറിൽ തേച്ച് മധുരം കാണിച്ച് കൊതിപ്പിച്ച് ആ ഉറുമ്പിനെ പുറത്തിറക്കി അടിച്ചു കൊല്ലും. എന്നാലും എന്റെ രാജമൗലി, നിങ്ങൾ ഇതൊക്കെ കുത്തിയിരുന്ന് എഴുതി ഉണ്ടാക്കിയെന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇനി ഈ സിംഹാദ്രിയെ പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ ഒരു രക്ഷകനിലുപരി ഒരു കാരുണ്യവാനും കൂടിയാണ് നമ്മുടെ സിംഹാദ്രി. അതായത് അവൻ മാനസിക രോഗമുള്ള ഒരു പെൺകുട്ടിയെ സ്വന്തം പെങ്ങളെ പോലെ നോക്കി വരുന്നുണ്ട്. ആ പെണ്ണിന്റെ മാനസികാവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ തിളക്കത്തിലെ പേട്ടന്റെ പോലെയാണ്. എല്ലാത്തിനെയും പിടിച്ച് കിണറ്റിലിടും. സോ ഗൈസ്, ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ദിവസം നാസർ ഒന്ന് ഗോൾഫ് കളിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അത് അവിടെയുള്ള ഒരുത്തം വന്ന് ഈ പ്രായത്തിലാണോ ഗോൾഫ് കളിക്കുന്നതെന്നും പറഞ്ഞ് അങ്ങേരെ ഊക്കി വിടുന്നത്. അത് കണ്ടത് നാസർ രക്ഷിക്കാൻ വേണ്ടി ജൂനിയർ NTR അങ്ങോട്ടേക്ക് വരും. ബട്ട് ഗൈസ്, അപ്പോഴേക്കും ആ പ്രശ്നം നമുക്ക് സോൾവ് ആക്കി അവിടുന്ന് പോവാന്ന് പറയും നാസർ. ആൻഡ് അവർ ആ പ്രശ്നം നമുക്ക് ഒഴിവാക്കി അവിടുന്ന് പോകുന്ന സമയത്ത് അതാ ആ നാസറിന്റെ തലക്കിട്ട് മറ്റവൻ ഗോൾഫ് ബാൾ എടുത്ത് അടിക്കും. പക്ഷെ അപ്പോഴേക്കും അത് ഒന്ന് തിരിഞ്ഞു പോലും നോക്കാത്ത സ്പൈഡർമാനെ പോലെ നമ്മുടെ ഗാരു ക്യാച്ച് ചെയ്യും. ഇതൊക്കെ എന്ത്? എന്നിട്ട് ആ ബോളും കയ്യിൽ പിടിച്ച് തന്റെ ദേഷ്യവും കടിച്ചു പിടിച്ച് അവന് തിരിച്ചൊന്നും ചെയ്യാതെ നമ്മുടെ ജമീന്ദാർ നാസറിനെയും കൂട്ടി അവിടുന്ന് നേരെ വീട്ടിലേക്ക് പോകും. എന്നിട്ട് ജൂനിയർ NTR നാസറിനോട് അണ്ണൻ കുളിക്കാൻ കയറി, കുളി കഴിഞ്ഞ് വരുമ്പത്തിനും മാറ്റാനുള്ള
നമ്മുടെ മുണ്ടും കൊണ്ട് ഞാൻ ഇവിടെ ഉണ്ടാവുമെന്നും പറഞ്ഞ് അങ്ങേരെ കുളിമുറിയിൽ കയറ്റും. ആൻഡ് അതും കേട്ട് നാസർ ആ കുളിമുറിയിൽ കയറിയതും നമ്മുടെ ജൂനിയർ NTR മറ്റവൻ അടിച്ച ഗോൾഫ് ബോളും കയ്യിൽ പിടിച്ച് അവിടുന്ന് ഓടി ബൈക്കിൽ കയറി ഒരു 50 കിലോമീറ്റർ ഓടിച്ച ഗോൾഫ് കോഴ്സിലെത്തി അതിസാഹസികമായ ബൈക്കിൽ നിന്ന് ഇറങ്ങുകയാണ്. എന്നിട്ട് അവിടുന്ന് നേരെ മറ്റവന്റെ അടുത്ത് പോയി അവനെ ഇടിച്ചു പിഴിഞ്ഞ ഗോൾഫ് ബോളും കയ്യിൽ വെച്ച് പൊടിച്ചു കളയും. ഇതെന്താ റവപ്പുട്ട അമ്മാതിരി പവറാ. ആൻഡ് ആ ഫൈറ്റ് കഴിഞ്ഞതും ഗാരുവിന് നാസർ കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും മുണ്ട് കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞ കാര്യം ഓർമ്മ വരികയാണ്. അത് ഓർമ്മ വന്നതും ഗാരു നേരെ തിരിച്ചൊരു 50 കിലോമീറ്റർ ബൈക്ക് ഓടിച്ച് വന്ന് വീട്ടിൽ കയറി നാസർ കുളി കഴിഞ്ഞ് വരുന്നതിന് മുന്നേ മാറ്റാനുള്ള മുണ്ടും കൊണ്ട് നിൽക്കും. എങ്ങനെയുണ്ട്? ഗംഭീരായിട്ടുണ്ട്. എന്നാലും ഇത്ര നേരം ഇയാൾക്ക് ഈ ബാത്റൂമിൽ എന്തായിരുന്നു പണി? സോ ഗൈസ്, അങ്ങനെ ഇതിനു ശേഷമാണ് നമ്മൾ ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം അറിയുന്നത്. അതെന്താന്ന് വെച്ചാൽ നമ്മുടെ ഗാരു ഇടിച്ചു പിഴിഞ്ഞ ഗോൾഫ് കളിക്കാരനില്ലേ, അവൻ ഒരു ആശുപത്രിയിൽ കയറ്റിയിട്ടുണ്ടാവും. ആൻഡ് അങ്ങനെ പരിശോധിക്കുന്ന ഡോക്ടർ അയാളുടെ എക്സ്റേയും ECGയും അൾട്രാസൗണ്ട് റിപ്പോർട്ട്സും ഒക്കെ നോക്കി ആകെ ഞെട്ടി തെറിച്ചിരിക്കുകയാണ്. കാരണം ഇത് പണ്ട് കാണാതായ അധോലോക നായകൻ സിംഗമല അടിച്ച അതേ അടിയാണത്രേ. എക്സ്റേ, ECG, അൾട്രാസൗണ്ട് റിപ്പോർട്ട് അവരുതാ. കണ്ടിപ്പാ അവരുതാ. യെസ് ഗൈസ്, നമ്മുടെ മുന്നിൽ ഇതുവരെ ഒരു രക്ഷകനായി അഭിനയിച്ച ഗാരു ശരിക്കും ഒരു അധോലോക നായകനാണ്. അടിക്കുന്ന എല്ലാവർക്കും ഒരേ സ്കാനിംഗ് റിപ്പോർട്ട് കൊടുക്കുന്ന നന്മയുള്ള ഒരു അധോലോക നായകൻ. അതാവുമ്പോ അടി കൊണ്ടുപോകുമാർക്കൊക്കെ സെപ്പറേറ്റ് സ്കാനിംഗ് റിപ്പോർട്ട് എടുത്ത് പൈസ കളയണ്ടല്ലോ, ഒരേ മരുന്ന് വാങ്ങി അങ്ങ് കഴിച്ചാ പോരെ. സോ ഗൈസ്, അങ്ങനെ ആ ഡോക്ടർ ദാ ആ കാണാതെ പോയി സിംഗമലൈ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള വിവരം നേരെ അവനെ അന്വേഷിച്ച് നടക്കുന്ന മറ്റൊരു ഡോണിനെ വിളിച്ചറിയിക്കുകയാണ്. അതോടുകൂടി അവന്മാര് നമ്മുടെ ഗാരുവിനെ കൊല്ലാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ്. ഇതേ സമയം ഗാരുവാണെങ്കിലോ മൊത്തം ഫാമിലിനെയും കൊണ്ട് ഏതോ ഒരു ഉത്സവത്തിന് പോയിരിക്കുകയാണ്. ആൻഡ് അപ്പോഴാണ് ആ ഗുണ്ടകൾ വന്ന് അങ്ങനെ ആക്രമിക്കുന്നത്. ആൻഡ് ആ ഗുണ്ടകളെയൊക്കെ നമ്മുടെ ഗാരു അടിച്ചടിച്ച് പറത്തിക്കൊണ്ടിരിക്കുകയാവും. ആ സമയത്താണ് പെട്ടെന്ന് തലക്കടി കൊണ്ട ഗാരു നോക്കി വളർത്തിയ ആ ഭ്രാന്തി പെണ്ണ് ആ അടി കൊണ്ടതും സ്വബോധം തിരിച്ചു കിട്ടി ഒരു കുന്തമെടുത്ത് ഗാരുവിനെ കുത്തുന്നത്. അതോടുകൂടി അണ്ണൻ ക്രിട്ടിക്കലായി ആശുപത്രിയിൽ അഡ്മിറ്റ് ആവും. ആൻഡ് ആ വിവരം അറിഞ്ഞതോടുകൂടി ഇങ്ങ് കേരളത്തിൽ നിന്ന് കേരള മക്കൾ ബസ്സും വിളിച്ച് അങ്ങ് തെലുങ്ക് നാട്ടിലെ ആശുപത്രിയിൽ പോയി സിംഗമലയ്ക്ക് വേണ്ടി കരഞ്ഞു മെഴുകുകയാവും. എന്ത് കാര്യത്തിനാണ്? അങ്ങനെ ഇതൊക്കെ കണ്ടത് നമ്മളെ പോലെ ഇതെന്താണ്, ഇവൻ ആരാണ്, ഇത് എന്തിനാണ് ഈ മലയാളീസ് ഒക്കെ ഇവിടെ വന്ന് പോകുന്നതെന്നൊന്നും അറിയാതെ ആകെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുകയാവും നാസർ. അപ്പോഴാണ് CID മൂസയിലെ വില്ലൻ വന്ന് ആ ഫ്ലാഷ് ബാക്ക് അങ്ങ് പറയുന്നത്. അതെന്താന്ന് വെച്ചാൽ പണ്ട് ഈ നാസറിന് ഒരു മോളുണ്ടായിരുന്നു. അവള് വീട്ടുകാരെയൊക്കെ ഉപേക്ഷിച്ച് ഒരു മലയാളി പയ്യന്റെ ഒപ്പം ഒളിച്ചോടിയിട്ട് ഇത്ര കാലമായിട്ടും തിരിച്ചു വന്നിട്ടില്ല. ആൻഡ് അതിന്റെ ഒരു ചെറിയ വിഷമം നമ്മുടെ ജമീന്ദാർ നാസറിനുണ്ട്. അപ്പൊ നാസറിന്റെ ഈ വിഷമം മാറ്റാൻ വേണ്ടി നമ്മുടെ സിംഹാദ്രി ആ കേരളത്തിലേക്ക് ഒളിച്ചോടിപ്പോയ മോളെ കൺവിൻസ് ആക്കി ഒരു സർപ്രൈസ് പോലെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഒന്ന് കേരളത്തിലേക്ക് പോവുകയാണ്. നമ്പൂതിരി ചേട്ടാ, ഗുഡ് മോർണിംഗ്. പക്ഷെ ആ സമയത്ത് കേരളമാണെങ്കിലോ കേരള സ്റ്റോറി സിനിമയിലെ കേരളം പോലത്തെ കേരളവും. യെസ് ഗൈസ്, ബാലൻ നായർ എന്ന് പറഞ്ഞ ഒരു ഉന്നത കുലജാതനായ ഒരു ഗുണ്ടയുടെ വിളനിലം പട്ടാ പകൽ വരെ റോഡ് സൈഡിൽ വണ്ടി നിർത്തി ഒരു പെൺകുട്ടിയെ ഗാങ് റേപ്പ് വരെ ചെയ്യുന്ന കേരളം. മാത്രമല്ല നാട്ടുകാരെ മൊത്തം കുനിച്ചു നിർത്തി കൂമ്പിനടിക്കുന്ന കേരള പോലീസ് വരെ. ഇതെല്ലാം ഒരു നോക്കുകുത്തിയെ പോലെ നോക്കി നിൽക്കുന്ന കേരളം. ആ കേരളത്തിലേക്കാണ് ഇനി ആര് രക്ഷിക്കുമെന്ന് നോക്കി നടക്കുന്ന സിംഹാദ്രി വന്നെത്തുന്നത്. സോ ഗൈസ്, അപ്പൊ ഈ നാസറിന്റെ ഒളിച്ചോടിയ മോളെ കേരളത്തിൽ ഒരു ആയുർവേദ ഹോസ്പിറ്റൽ നടത്തിക്കൊണ്ടിരിക്കുകയാവും. ആൻഡ് അവർക്കൊരു മോളുമുണ്ട്. അതാണ് കുറച്ചു മുന്നേ ഭ്രാന്തും പിടിച്ച് ഗാരുവിന്റെ പള്ളക്കിട്ട് കുത്തിയ പെണ്ണ്. അപ്പൊ ഗാരു നാസറിന്റെ മോളെ കൺവിൻസ് ആക്കാൻ വേണ്ടി ആ ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് ചികിത്സക്കാണെന്നും പറഞ്ഞ് വരികയാണ്. പിന്നെ എന്താണ്ടാവെന്ന് പറയണ്ടല്ലോ, നാസറിന്റെ കൊച്ചുമക്കൾക്കൊക്കെ ഗാരുവിനെ കണ്ടാൽ പ്രേമം തോന്നണമല്ലോ. അങ്ങനെ ഇവൾക്കും ഗാരുവിനോട് പ്രേമം തോന്നി. അങ്ങനെ കുറച്ചു നേരം തമാശ റൊമാൻസും ഒക്കെ ആയി പോയി ലാസ്റ്റ് ഗാരു നാസറിന്റെ മോളെയും ഭർത്താവിനെയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൺവിൻസ് ആക്കി തിരിച്ച് തെലുങ്ക് ദേശത്തേക്ക് പോവാൻ സെറ്റ് ആക്കും. എന്നിട്ട് അതിനു വേണ്ടി ഷോപ്പിംഗ് ചെയ്യാൻ അവരൊന്ന് ടെക്സ്റ്റൈൽസ് വരെ പോകും. അപ്പൊ അവിടെ ബാലൻ നായർ മൂപ്പര് വന്ന് നാസറിന്റെ മോളിനോട് ഒരു തെണ്ടിത്തരം ചോദിക്കും. ഉടനെ തന്നെ കൊടുത്തില്ല അവന്റെ ചെപ്പക്കിട്ട്. ബട്ട് ഗൈസ്, അതിലാകെ ദേഷ്യം വന്ന ബാലൻ നായർ അവളെ കഴുത്തറുത്തങ്ങ് കൊല്ലുകയാണ്. അതോടുകൂടി ഇതില് ദേഷ്യം വന്ന നമ്മുടെ ഗാരു ആ ബാലൻ നായരെ തിരുവനന്തപുരം ടൗണിലൂടെ ഓടിച്ചിട്ട് അടിച്ച് വെട്ടിക്കൊല്ലുകയാണ്. ആൻഡ് ഈ കാര്യത്തിൽ ദേഷ്യം വന്ന ബാലൻ നായരുടെ ചേട്ടൻ നമ്മൾ കേരള മക്കളെയൊക്കെ ഒരു ബിൽഡിംഗിലിട്ട് അടിച്ചുകൂട്ടി നമ്മളെ രക്ഷിക്കാൻ വേണ്ടി സിംഹാദ്രിയോട് വരാൻ വേണ്ടി കൈരളി TV വഴി പറയും. ആൻഡ് അങ്ങനെ നമ്മൾ കേരള മക്കളെ രക്ഷിക്കാൻ വേണ്ടി സിംഹാദ്രി അങ്ങോട്ട് വന്ന് എല്ലാത്തിനും അടിച്ചുകൂട്ടി ആ ബാലൻ നായരുടെ ഏട്ടനെ തല കീഴെ കെട്ടിത്തൂക്കി നമ്മളെയൊക്കെ അങ്ങ് രക്ഷപ്പെടുത്തുകയാണ്. അതോടുകൂടി നമ്മൾ കേരള മക്കളൊക്കെ ആ സിംഹാദ്രി അങ്ങ് ദത്തെടുക്കുകയാണ്. തമിഴ്നാട്ടിൽ സിംഹാദ്രി ഇല്ല, അങ്ങനെ നമ്മുടെ ഗാരു ഒരു റെസ്റ്റ് പോലും ഇല്ലാതെ കേരള മക്കൾക്ക് വേണ്ടി കേരളത്തിലെ എല്ലാ അനീതികളും തുടച്ചു നീക്കുകയാണ്. റെസ്റ്റ് ഇല്ലാതെ എന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് പ്രേമിക്കാൻ പോലും സമയമില്ലാതെ ആ പാവം പിടിച്ച പെണ്ണൊന്ന് റൊമാൻസിന് വേണ്ടി വരുമ്പോൾ ഇവൻ ആരെങ്കിലും ഒക്കെ രക്ഷിക്കാൻ വേണ്ടി അങ്ങ് പോകും. ഓ ഗോഡ്, എനിക്ക് കഥാപാത്രത്തെ ഉൾക്കൊള്ളാൻ സമയമായി. ആരും എന്റെ അടുത്തേക്ക് വരരുത്. അങ്ങനെ കേരളക്കരെ ആകെ രക്ഷിച്ച് അവൻ ഒരു കേരള പുത്രനായി മാറുകയാണ്.
ഗാരു നടന്ന മണ്ണ് വരെ നമ്മൾ ഭസ്മമായി ഉപയോഗിക്കും. ഈ മലയാളീസിന്റെ കാര്യം അവസാനം ഇതൊക്കെ കണ്ട് കേരള സർക്കാർ അവനെ വിളിച്ചൊരു തെക്കേടത്തമ്മ പുരസ്കാരവും അങ്ങ് കൊടുക്കും. സോ ഗൈസ്, ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മറ്റേ നാസറിന്റെ കൊച്ചുമകള് ഞാൻ എന്റെ അപ്പൂപ്പനെ കാണാൻ വേണ്ടി തെലുങ്ക് ദേശത്തേക്ക് പോവാണെന്നും പറഞ്ഞ് അവളുടെ ഡാഡിനെയും കൂട്ടി അങ്ങോട്ടേക്ക് ട്രെയിനിൽ പോകാൻ നിൽക്കുന്നത്. ബട്ട് ഗൈസ്, അപ്പോഴാണ് സിംഗമലയ്ക്ക് ഇൻഫോർമേഷൻ കിട്ടുന്നത് അവളുടെ ഡാഡിയുടെ സ്യൂട്ട് കേസിൽ ഗുണ്ടകൾ വന്ന് ബോംബ് വെച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ വട കഴിക്കാൻ ഇറങ്ങിയ അവളുടെ ഡാഡി തിരിച്ചാ ട്രെയിനിലേക്ക് ഓടി കയറാൻ നിൽക്കുമ്പോൾ നമ്മുടെ സിംഹാദ്രി ബോംബിൽ നിന്ന് ട്രെയിനിനെ രക്ഷിക്കാൻ വേണ്ടി അയാളെ വെടിവെച്ചിടുകയാണ്. ആൻഡ് ആ ഷോക്കിൽ അയാളുടെ മോൾക്ക് ഭ്രാന്തമാവും. അതോടുകൂടി ഈ അധോലോക പരിപാടിയൊക്കെ നിർത്തി ഇവിടെ വന്ന് സെറ്റിൽ ആയതാണത്രേ നമ്മുടെ ഗാരു. അങ്ങനെ ഈ ഫ്ലാഷ് ബാക്ക് ഒക്കെ എല്ലാരും അറിഞ്ഞതും കുത്തുകൊണ്ട് കിടക്കുന്ന നമ്മുടെ ഗാരു നാസറിന്റെ 2 കൊച്ചുമക്കളെയും കൂട്ടി ഒരു ത്രീസം ഡാൻസ് കളിക്കാൻ പോകും. എങ്ങനടാ ഈ സമയത്തൊക്കെ ഒരു സോങ് കുത്തിക്കേറ്റാൻ തോന്നുന്നേ? സോ ഗൈസ്, അവസാനം ഈ പാട്ടൊക്കെ കഴിഞ്ഞതും മറ്റേ ബാലനാരുടെ ചേട്ടൻ ആ ഹോസ്പിറ്റലിലേക്ക് ഗാരുവിനെ കൊന്ന് പ്രതികാരം ചെയ്യാൻ വേണ്ടി വരികയാണ്. എന്നിട്ട് ഗാരുവിന്റെ 2 വെട്ടുകൊണ്ട് ചാവും. ആൻഡ് അറ്റ് ലാസ്റ്റ് നമ്മുടെ ഗാരു നാസറിന്റെ 2 കൊച്ചുമക്കളിൽ ആരെ കെട്ടുമെന്ന് കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്നത് കാണിച്ചുകൊണ്ട് ഇതങ്ങ് തീരുകയാണ്. പടം കഴിഞ്ഞ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലിലെ ബാക്കി വീഡിയോസായ മോൺസ്റ്റർ, കൂട്ടുകാർ, CBI5, ബിഗ് ബ്രദർ, സിദ്ധാർത്ഥ, 5 ഒരാൾ, അർജുനൻ, ബലറാം വേഴ്സസ് താരദാസ്, ലൈല, ഡ്രാക്കുള, മൈ സ്റ്റോറി, റെയിൻ ട്രീ കമ്പഗൻ, ശോഭരാജ്, മാമകം, കലണ്ടർ, ലോക്പാൽ, നമ്മൾ തമ്മിൽ, വന്ദേ മാതരം, കാമ്പോജി, സലാം കാശ്മീർ, നക്ഷത്ര കണ്ണൂർ രാജകുമാർ, നവനുണ്ട് രാജകുമാരി, കയ്യെത്തും ദൂരത്ത്, വൈറ്റ്, CIA, മിക്കായിൽ, വാറൻ ലവ്, കൃത്യം, നിറം തുടങ്ങിയ വീഡിയോസും നിങ്ങളൊന്ന് കാണണം പ്ലീസ്.